MSC എൽസ 3 കപ്പൽ അപകടത്തിൽ പാർട്ടിയുമായി ആലോചിച്ചല്ല പരാതി നൽകിയെന്ന് സി ഷാംജി. മത്സ്യത്തൊഴിലാളി എന്ന നിലയിലാണ് പരാതി നൽകിയത്. മൊഴിയെടുക്കാൻ കോസ്റ്റൽ പോലീസ് വിളിപ്പിച്ചെന്നും ഇന്ന് തന്നെ മൊഴി നൽകുമെന്നും ഷാംജി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പരാതി കൊടുത്തത് ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഒരു പരമ്പരാഗത മത്സ്യത്തൊഴിലാളി എന്നുള്ള രൂപത്തിലാണ് പരാതി കൊടുത്തിട്ടുള്ളത്. പരാതിയിൽ 3 കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. പാർട്ടിയുടെ നിർദ്ദേശവും തീരുമാനമൊന്നുമില്ല, മത്സ്യത്തൊഴിലാളി എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, പാർട്ടിയുടെ ബാനറിലല്ല. യഥാർത്ഥത്തിൽ 24-ാം തീയതി തന്നെ ഇതിനെതിരായി ഒരു FIR ഇടാമായിരുന്നു. FIR ഇടേണ്ടതായിരുന്നു. അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇടേണ്ടത്. കാര്യം രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അതിലൊന്ന് ഓയിൽ മലിനീകരണമാണ്. അനിൽ ജോർജ് ചേരുന്നു വിവരങ്ങളുമായി. അനിൽ, ഷാംജി ഏതായാലും പാർട്ടിയുമായി ആലോചിച്ചല്ല പരാതി കൊടുത്തത് എന്ന് പറയുന്നു. മത്സ്യത്തൊഴിലാളികളുടെ കൺസേൺ ആണ് അദ്ദേഹത്തിന്റെ പരാതിക്ക് പിന്നിൽ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഷാംജി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്മി പത്മ, ഒരു മത്സ്യത്തൊഴിലാളി എന്ന നിലയിൽ തന്റെ തൊഴിലിടം നഷ്ടപ്പെടുന്നു. പ്രധാനമായും ഈ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളും അതുപോലെ കണ്ടെയ്നറിലെ മറ്റ് കാര്യങ്ങളുടെ തടികളടക്കമുള്ളവയുടെ അവശിഷ്ടങ്ങളും ഒക്കെ കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണെന്നാണ് ഷാംജി മുഖ്യമായും പറയുന്നത്. പ്രധാനമായും ഇപ്പോൾ ട്രോളിംഗ് നിരോധനത്തിന്റെ ഒരു സാഹചര്യത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തീരക്കടലിന്റെ പ്രദേശത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെയുള്ള സ്ഥലം ആലപ്പുഴയാണ്. അവർക്ക് അവിടെ വലിയ ബുദ്ധിമുട്ട് ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടിനെ മുൻനിർത്തിക്കൊണ്ട്, പട്ടിണിയിലേക്ക് പോകുന്ന തൊഴിലാളികളെ മുൻനിർത്തിക്കൊണ്ട്, അവരുടെ തൊഴിലിടം നഷ്ടപ്പെടുന്ന ആശങ്ക മുൻനിർത്തിക്കൊണ്ടാണ് താൻ പരാതിയുമായി രംഗത്തെത്തിയതെന്നാണ് ഷാംജി പറഞ്ഞത്. പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുമായോ മറ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകവുമായോ യാതൊരു തരത്തിലും ഇക്കാര്യത്തിൽ ഒരു ആലോചനയ്ക്കും മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല എന്നും ഷാംജി പറയുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വകുപ്പുകളെ കുറിച്ചും ഷാംജിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. നിയമവിദഗ്ധരുമായി ആലോചിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി തയ്യാറാക്കിയതെന്നും ഷാംജി പറയുന്നു. ചില വകുപ്പുകൾ ദുർബലമാണ്, എന്നാൽ മറ്റു ചില വകുപ്പുകൾ അതിനെ മറികടക്കാൻ കഴിയുന്നതാണെന്നും ഷാംജി പറഞ്ഞു. ഏതായാലും കോസ്റ്റൽ പോലീസ് തന്നെ വിളിപ്പിച്ചിട്ടുണ്ട്. മൊഴി നൽകാൻ വേണ്ടിയാണ് കൊച്ചിയിലെത്തിയത്. ഇന്ന് തന്നെ മൊഴി നൽകുമെന്നും അതിനുശേഷം മറ്റ് നടപടികൾ മറ്റ് ആളുകളുമായി ഒക്കെ ആലോചിച്ച് തന്നെ മുമ്പോട്ട് പോകുമെന്നാണ് ഷാംജി പറയുകയും ചെയ്തത്. CPM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നേതാവുമാണ് ഷാംജി. ഏതായാലും ഈ പരാതി കൊടുത്തത് പാർട്ടിയുമായി ആലോചിച്ചല്ല എന്നാണ് ഷാംജി ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത്. അനിൽ ജോർജാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്.